ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവിനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് ദേവി. അപ്പോൾ ഉദയഭാനു പറയും, മോളെ അച്ഛനെ നീ തെറ്റിദ്ധരിക്കരുത്, അച്ഛൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്. ഒന്ന് മതിയാക്കച്ച, അച്ഛനെ മതിയായില്ലേ ഇങ്ങനെ ഓരോ തവണയും പറഞ്ഞ എന്നെക്കൊണ്ടും അച്ഛൻ ഓരോ തെറ്റുകളും ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എൻ്റെ ആനന്ദേട്ടനും എന്നെ വേണ്ട, ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. ഇനി എത്ര ദിവസം ഞാൻ ഈ വീട്ടിലുണ്ടാകുമെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. അതാ എൻ്റെ അവസ്ഥ. എപ്പോൾ വേണേലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാം. ആ അവസ്ഥയല്ല അച്ഛൻ്റെ മോള് ഈ വീട്ടിൽ ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അച്ഛന് മതിയായില്ലേ? വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അച്ഛൻ എന്തിനാ നോക്കുന്നത്? ഓരോ നിമിഷവും തീ തിന്ന ഞാനിവിടെ താമസിക്കുന്നത്. ബാലച്ചൻ്റെ റൂമിൽ വെച്ച് അച്ഛനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? അച്ഛന് ഒട്ടും ബോധമില്ലേ? അച്ഛൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്താ അച്ഛാ ചെയ്യുക? എൻ്റെ ജീവിതം നശിപ്പിച്ചത് പോരെ? മോളെ, അച്ഛൻ ചെയ്തത് തെറ്റാ. നിന്നോടുള്ള ആനന്ദിൻ്റെ പെരുമാറ്റം അച്ഛനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും കടുത്ത രീതിയിൽ പ്രവർത്തിച്ച നമ്മുടെ കയ്യിൽ ഒരു പിടി വേണമല്ലോ മോളെ. അതിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനു വേണ്ടിയാ അച്ഛൻ ബാലന്റെ റൂമിൽ കയറിയത്. എനിക്കിനി ഒന്നും കേൾക്കണ്ട അച്ഛാ, കേട്ടെടുത്തോളം തന്നെ മതിയായി. അച്ഛൻ എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. ദേ, ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കരുത്. ഇപ്പം ഈ നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. അയ്യോ മോളെ, ഈ പാതിരാത്രി അച്ഛൻ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അല്ല മോളെ, ഗോമതിയെ കണ്ട് ഒരു യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ശരി. അച്ഛാ, നിങ്ങൾക്ക് യാത്ര പറയണോ എന്നാ അപ്പം ദേവി ചോദിക്കോ? അയ്യോ വേണ്ട, ഞാൻ യാത്ര ചോദിക്കുന്നില്ല. അച്ഛൻ ഇപ്പം തന്നെ ഇറങ്ങാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വേദനയോടെയാ നിന്റെ അച്ഛൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും പറയണ്ട. നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛാ. ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങിക്കോണം, മനസ്സിലായോ അച്ഛന്? രാവിലെ ആകുമ്പം അച്ഛൻ ഇവിടെ കണ്ടു പോകരുത്, മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കാം. അപ്പം ഉദയഭാനു മറുപടി ഇല്ലാതെ നിൽക്കുക. എന്നിട്ട് ദേവി അകത്തേക്ക് കയറി പോവാണ്. അപ്പം നമ്മുടെ ഉദയഭാനു പറയും, ഈ നശിച്ച ബാലൻ ഈ സ്വർണം ഇത് എവിടെ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്? അവ ആ റൂം മുഴുവനും തപ്പി. ഞാൻ എന്തായാലും എൻ്റെ സ്വർണം കൊണ്ടേ പോകുള്ളൂ. ദേവി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ സ്വർണം വേണം. അതില്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ ടൂറിന് പോയ ടീംസ് എല്ലാവരും പതിയെ ബോധമൊക്കെ ഉണരുകയാണ്. അപ്പോഴാണ് ആദ്യം ബാലനെ ഉണരുന്നത്. തൻ്റെ ദേഹത്ത് കയറി കിടക്കുന്ന മക്കളെയും ധർമ്മനെയും ഒക്കെ കാണുന്നത്. ഇതെന്താ, ഇവന്മാരെന്താ ഇവിടെ കിടക്കുന്നത്? എടാ ആര്യ, എടാ ആകാശം, എഴുന്നേറ്റ് പോടാ. അപ്പം ആനന്ദും ആകാശവും ആര്യനൊക്കെ പയ്യെ എഴുന്നേൽക്കുക. ഇതെന്താ ഞങ്ങളിവിടെ? എടാ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ഇവിടെ? നിനക്കൊന്നും കിടക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ എൻ്റെ നെഞ്ചത്ത് കയറി കിടന്നത്? അല്ല, നിനക്കൊക്കെ ഉറങ്ങാൻ ഞാൻ വേറെ റൂം എടുത്ത് തന്നതല്ലേ? അല്ലളിയ, ഞങ്ങളെ ആരും ഇവിടെ കൊണ്ട് കിടത്തിയതോ? പിന്നെ എടുത്തുകൊണ്ട് കിടത്താൻ ഇള്ളാപ്പിള്ളകളാണല്ലോ നിങ്ങൾ ഓരോരുത്തരും എന്ന് ബാലനപ്പം ചോദിക്കുക. എഴുന്നേൽക്കടാ, എഴുന്നേറ്റ് പോടാ സ്വന്തം റൂമിൽ എന്ന് ബാലൻ പറയാണ്. അപ്പോഴത്തേക്കും ബാലന്റെ കോലം എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ബാലന്റെ രൂപം കാണുന്ന ആര്യൻ ആകാശിനെ കെട്ടിപ്പിടിച്ച് ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദും ധർമ്മനും ഇത് നോക്കിക്കൊണ്ട് പതുങ്ങി ചിരിക്കാം. എന്താടാ നീക്ക് എന്തിനാടെ ചിരിക്കുന്നേ? ഇതിനു മുന്നേ എന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചിരിക്കാൻ എന്ന് ചോദിക്കാം. എന്താടാ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇതുപോലെ ചിരിക്കുന്നേ? ഇവിടെ എന്താ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ചിരിക്കാൻ എന്ന് ബാലനപ്പം അവരോട് ചോദിക്കാൻ കേട്ടോ. നീയൊക്കെ നിങ്ങളുടെ റൂമിൽ പൊക്കേടാ, പോടാ പോടാ പോടാ, എൻ്റെ റൂമിൽ നിന്ന് ഈ നിമിഷം ഇറങ്ങിക്കൊള്ളണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ചിരിച്ചുകൊണ്ട്. ബാലൻ ചിന്തിക്കാം, ഇവന്മാരെതിരെ എന്നെ നോക്കി അതുപോലെ ചിരിച്ചത്, എനിക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. എന്നിട്ട് പതിയെ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കുക. അപ്പം ബാലൻ ഞെട്ടിപ്പോ, അയ്യോ ഇതാരാ എന്നും പറഞ്ഞ് ഒരടി പിന്നിലേക്ക് മാറുക. എൻ്റെ ഈശ്വര, ഇതെന്താ എൻ്റെ കോലം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെന്റെതാ എൻ്റെ താടിയിലും തലയിലൊക്കെ തേച്ച് വെച്ചിരിക്കുന്നേ? കരിയോ? ഇതെവിടുന്ന? ഇതാരാ തേച്ചത് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ബാലൻ ആ രൂപം കണ്ടിട്ട് ചിരി വരികയാണ് കേട്ടോ. ബാലൻ വീണ്ടും കണ്ണാടിയിൽ നോക്കുക. എന്നിട്ട് കണ്ണാടി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം പതിയെ വാതിൽ തുറന്ന് 4 സംഘം എത്തി നോക്കുക. അച്ഛൻ്റെ കോലം കണ്ടോട്ട് വീണ്ടും ചിരിക്കുക. എന്താടാ നിനക്കൊന്നും പോകാറായില്ലേ? നിന്റെയൊക്കെ റൂമിൽ പോടാ. അയ്യോ ഉവേ പോകുക എന്നും പറഞ്ഞ് ആ വാതിലടിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷെ ബാലന് ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ എന്ന് പറയാം. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ ദേവി ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഗോമതി
ദേവിയുടെ അടുത്തേക്ക് വരിക. ദാ മോളെ ചായ കുടിക്കുക എന്ന് പറയാം. അല്ല, ഉദയഭാനു സാറിനെ റൂമിൽ കണ്ടില്ലല്ലോ, സാറ് എവിടെ പോയതാ, നടക്കാൻ പോയതാണോ എന്ന് കോമതി നമ്മുടെ ദേവിയോട് ചോദിക്കും. അത് പിന്നെ അമ്മേ, അച്ഛൻ. എന്താ മോളെ, എന്താ കാര്യം? അച്ഛൻ തിരിച്ചു പോയി അമ്മേ എന്ന് പറയാം. തിരിച്ചു പോകാനോ? അയ്യോ, ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ കോമതി വീണ്ടും ചോദിക്കാം. അത് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ, രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ പോയി കളഞ്ഞല്ലോ. അത് പിന്നെ അമ്മ ഞാൻ പറഞ്ഞതാ, ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. പക്ഷേ അത്രയ്ക്ക് അത്യാവശ്യമുള്ള എന്തോ കാര്യമാണെന്നാ അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ടാ അച്ഛൻ പെട്ടെന്ന് പോയത്. ഓ, ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും അല്ലേ? ഓ, എത്ര രാജ്യത്ത് ബിസിനസ്സുള്ള മനുഷ്യനാ, അപ്പം പിന്നെ തിരക്കുണ്ടാകും, അത് നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാകില്ലല്ലോ. മോള് ചായ വേഗം കുടിക്കുക, അല്ലെങ്കിൽ തണുത്തു പോകും എന്ന് കോമതി പറയാം. എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണേ. അപ്പം നമ്മുടെ ദേവിയാണെങ്കിൽ മനസ്സ് ചിന്തിക്കുക, പാവം അമ്മ, എന്നെങ്കിലും ഒരിക്കൽ എല്ലാ സത്യങ്ങളും അമ്മ അറിയും. അന്ന് ഈ അമ്മ എന്നോടും അച്ഛനോടും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഈ സ്നേഹമൊക്കെ അന്ന് എന്നോട് കാണിക്കുമോ? ഒരിക്കലും ഉണ്ടാകില്ല എന്നൊക്കെ ദേവി സ്വയം തന്നെ പറയുക. എന്താ മോള് ചിന്തിക്കുന്നേ എന്ന് കോമതി പെട്ടെന്ന് ചോദിക്കുക. ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നതാ എന്ന് നമ്മുടെ ദേവി അപ്പം ഗോമതിയോട് പറയൂ കേട്ടോ. എന്നിട്ട് ദേവിക്ക് ആകെ സങ്കടമാണ്, തൻ്റെ അച്ഛൻ ഒരിക്കലും മാറില്ലല്ലോ എന്ന് കരുതി. ബാലനാണെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പതിയെ ഓർമ്മ വരുക. അപ്പോൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുമ്പം ബാലന് ചിരി അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. തൻ്റെ മക്കള് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ തന്നോട് സംസാരിച്ചും ഇടപഴകും ഒക്കെ ചെയ്തത് ബാലന് ഒരുപാട് സന്തോഷം ഉളവാക്കിയിട്ടുണ്ട്. ഇതേസമയം റൂമിൽ പോയി നമ്മുടെ ആകാശം വീഡിയോ എടുത്ത് ഓൺ ചെയ്ത് നോക്കുക. ഇന്നലെ നമ്മൾ എന്തൊക്കെയാടാ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്ന് ധർമ്മൻ ചോദിക്കുക. അത് നേരാ മാമ, ഒരു ബോധം ഇല്ലാതെയായിരുന്നു നമ്മുടെ പ്രവൃത്തി. ആരും പറയും നമ്മുടെ അച്ഛനോട് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടെയും ആദ്യമായിട്ടാകും നമ്മൾ പെരുമാറുന്നത് എന്ന് പറയാം. അച്ഛൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് ഉറങ്ങണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എന്ന് ആനന്ദ് പറയും. എന്തായാലും നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം വെച്ച് ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇന്നലെ അത് നടന്നു, അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങാൻ പറ്റി. അപ്പം ആകാശ് പറയും, സത്യം പറയാലോ, ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ഗോമതി സ്റ്റോർ ബാലിനോടുള്ള സകല ദേഷ്യവും വെറുപ്പും എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഈ മനുഷ്യൻ ഇത്രയ്ക്ക് അടിപൊളിയായിരുന്നേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എടാ ആര്യ, നമ്മൾ നോക്കടാ, നമ്മൾ ഡൈ ചെയ്ത് കൊടുത്തപ്പം എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ മനുഷ്യൻ അവിടെ ഇരുന്നത്. ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമ്മുടെ ധർമ്മനാണെങ്കിൽ ധർമ്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അളിയനിപ്പം ഒരുപാട് സുന്ദരനായി. ഇത്രയും സുന്ദരനായ അളിയന് ഒരു ചെറുപ്പക്കാരി ഭാര്യ വേണം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? അയ്യോ, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അളിയൻ ഇത്രയും സുന്ദരനായ സ്ഥിതിക്ക് ആ പരട്ട ഗോമതി ചേച്ചിയുടെ ആവശ്യം ഇല്ല. എപ്പം നോക്കിയാലും ബാലേട്ടാ എന്നും പറഞ്ഞ് പുറകെ നടന്ന് അളിയനെ ശല്യം ചെയ്യുമല്ലേ. എൻ്റെ ചേച്ചി അളിയനൊരു ശല്യമാ എന്നൊക്കെ ധർമ്മം പറഞ്ഞത് കേൾക്കുമ്പം ധർമ്മം, അയ്യോ, ഇത് ഞാൻ തന്നെ പറഞ്ഞതാണോ? മാമ, ഞങ്ങളുടെ അമ്മേ, അതായത് നിങ്ങളുടെ ചേച്ചിയെ ഞങ്ങളുടെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യണോ അല്ലേ എന്ന് ആകാശ് ചോദിക്കാം. അയ്യോ ദൈവമേ, ഇല്ലില്ല, വേണ്ട, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് മാമൻ പറഞ്ഞത് തന്നെയാ. മാമന് ഗോമതി സ്റ്റോറിന്റെ പേര് മാറ്റണോ അല്ലേ എന്ന് ചോദിക്കാം. ഒന്ന് പോടാ, എനിക്ക് ഗോമതി സ്റ്റോറിന്റെ പേര് മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. എടാ, വർഷങ്ങൾക്ക് മുന്നേ ചേച്ചിയുടെ കൈയും പിടിച്ച് ദേവമംഗലത്തേക്ക് വന്നവനാ ഈ ഞാൻ. ഞാൻ ഇങ്ങനൊന്നും പറയില്ല. എൻ്റെ ചേച്ചി കഴിഞ്ഞിട്ട് ഈ ലോകത്ത് എനിക്ക് ആരും ഉള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പം ശരിക്കും മനസ്സിലായി. ഞങ്ങളുടെ അമ്മേനെ ഉപേക്ഷിക്കണോ അല്ലേ ഞങ്ങളുടെ അച്ഛൻ? നീയൊക്കെ എന്നെ മാത്രമായിട്ട് കുറ്റം പറയണ്ട. നീയൊക്കെ എന്തൊക്കെ പ്രോത്സാഹനമായിരുന്നു, ഞാനത് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. നീയൊന്നും കൂടുതൽ നല്ല പിള്ള സമയണ്ട, നീയൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നല്ലോ എന്നെ. ഞാൻ ഗോമതി ചേച്ചി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പം അതൊരിക്കലും പാടില്ല, നമ്മുടെ അമ്മയുടെ കൂടെ നിൽക്കണം, അച്ഛൻ ഒരിക്കലും അമ്മയെ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ഇതിലേതെങ്കിലും ഒരുത്തം പറഞ്ഞോ എന്ന് ചോദിക്കുക. അത് പിന്നെ എന്നും പറഞ്ഞ് എല്ലാവരും ചമ്മി നിൽക്കുക. പെറ്റ തള്ളയോടെ നിനക്കൊന്നും ഒരു സ്നേഹവും ഇല്ല. അപ്പം ആനന്ദ് പറയും, ദേ മാമ മിണ്ടരുത്. ദോശയുടെ കൂടെ ചമ്മന്തി കുറച്ചധികം തരാത്തതിൻ്റെ ദേഷ്യത്തിലല്ലേ മാമൻ ഞങ്ങളുടെ അമ്മയും അച്ഛനും തമ്മിൽ പിരിക്കാൻ നോക്കിയത് എന്ന് ആനന്ദ് ചോദിക്കാം. എന്നാലും മാമ കഷ്ടമായി പോയി. എൻ്റെ ഈശ്വരാ, ഈ വീഡിയോ എങ്ങാനും ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമ്മുടെ കാര്യം. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ധർമ്മം പറയും, മോനെ ആകാശേ, ഈ വീഡിയോ വേഗം ഡിലീറ്റ് ചെയ്യടാ. ഇതെങ്ങാനും കഷ്ടകാലത്തിന് ചേച്ചി കണ്ട നമ്മുടെ കാര്യം തീർന്നടാ, പ്ലീസ് എടാ. തൽക്കാലം ഞാൻ ഈ സാധനം ഡിലീറ്റ് ചെയ്യുന്നില്ല. മോനെ കളിക്കല്ലേ, ഞാൻ ഇട്ട് തരും.
മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്തോ എന്ന് പറയാം. ഈ വീഡിയോ ഞാൻ സേഫായിട്ട് സൂക്ഷിച്ചോളാം, എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായടാ, ഈ വീഡിയോ കാണിച്ചെൻ്റെ അളിയനെ നിനക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യണം അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ആനന്ദ് പറയും, എടാ ആകാശേ, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തടാ. ആനന്ദേട്ടാ, ഇത് നമ്മുടെ ആഗ്രഹിച്ച പോലെ നമ്മുടെ അച്ഛൻ നമ്മളെ സ്നേഹിച്ച കുറച്ച് നിമിഷങ്ങളായത്. ചിലപ്പം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള നിമിഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരിക്കും ഏട്ടാ. അതുകൊണ്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം എന്ന് ആകാശ് പറയാം. അച്ഛനോട് ദേഷ്യം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ വീഡിയോ ഒന്ന് കണ്ട് നിർവൃത്തി അടഞ്ഞോളാം, അപ്പം എൻ്റെ ദേഷ്യമൊക്കെ മാറിക്കോളും, അപ്പം ഞാൻ അച്ഛനോടൊന്നും പറയത്തുമില്ല, അതുകൊണ്ടാണ് ഞാനിത് സൂക്ഷിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതാരും കാണരുത് എന്ന് ധർമ്മം പറയുവാണേ. പെട്ടെന്ന് ബാലൻ വാതിൽ തുറന്ന് അവരുടെ റൂമിലേക്ക് കയറി വരിക. ദാണ്ടടാ അച്ഛൻ കിടക്കുന്നു എന്ന് പറയുമ്പം ആകാശ് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് എല്ലാവരോടും ചെല്ലുക. അച്ഛൻ കുളിച്ച് ഫ്രഷ് ഒരുങ്ങി വന്നോ എന്ന് ചോദിക്കാം. അതെ, ഇന്ന് വിഷുവ എന്ന് ബാലൻ പറയാം. ഈ വിഷുവിന് ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല, ഓരോരുത്തരായിട്ട് വന്ന് വിഷു കൈനീട്ടം വാങ്ങിച്ചോളൂ എന്ന് ബാലൻ എല്ലാവരോടും പറയണം. അപ്പോൾ ആനന്ദ് പറയും, അച്ഛ വിഷു കൈനീട്ടം വാങ്ങാം, അതിനു മുൻപ് അച്ഛന് വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്, ചെറിയൊരു സർപ്രൈസ്. സർപ്രൈസോ എന്ന് ചോദിക്കൂട്ടോ നമ്മുടെ ബാലൻ. അതെ അളിയാ, അളിയനൊന്ന് കണ്ണടയ്ക്കാനോ? ഞാൻ കണ്ണൊന്നും അടയ്ക്കല, ഞാൻ കണ്ണു പൊത്തിക്കോളാം എന്നും പറഞ്ഞ് ധർമ്മൻ പൊത്തൂട്ടോ. അപ്പോഴത്തേക്കും ആനന്ദ് നിലവിളക്കൊക്കെ കത്തിക്കുവാണേ. അപ്പം ബാലനെ മുന്നിക്കൊണ്ടേ കൃഷ്ണൻ്റെ മുന്നിൽ നിർത്തുക. ഇത് നോക്കിക്കുക അച്ഛാ എന്ന് പറയാണ്. അവരൊരുക്കിയ കണി കാണുമ്പം ബാലന് ഒരുപാട് മനസ്സ് നിറയുവാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ സംഘടിപ്പിച്ചിട്ട മക്കളെ എന്ന് ബാലൻ ചോദിക്കുവേ. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇത്രയൊക്കെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഒരുക്കിയല്ലോ എന്ന് പറയാം. ഇതാ ഞങ്ങളുടെ സർപ്രൈസ് എന്ന് ആനന്ദ് അപ്പം പറയാണ്. അപ്പം ബാലന് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. ഇനി ബാ, നിങ്ങൾ ഓരോരുത്തരും വന്ന് കൈനീട്ടം മേടിച്ചോളൂ എന്ന് പറയാം. അപ്പം ധർമ്മൻ ആദ്യം തന്നെ കൈ നീട്ടുവാണ് കേട്ടോ ബാലൻ്റെ അടുത്ത്. ധർമ്മൻ്റെ കയ്യിലേക്ക് ഒരു 500 നോട്ട് എടുത്ത് ബാലൻ കൊടുക്കുമോ? അയ്യോ, ഇത്രയും വലിയ തുക എനിക്ക് കൈനീട്ടം തന്ന, അയ്യോ അളിയ ചില്ലറ മാറി ഞാൻ ഇവന്മാർക്കെല്ലാം കൊടുക്കണോ? അയ്യോ, ഇത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി അളിയ, എൻ്റെ കൈ ചേഞ്ച് ഒന്നും ഇരിക്കുന്നില്ല എന്ന് പറയാം. എടാ, ഇത് നിനക്കുള്ള കൈനീട്ടമാ, നീ ഇത് ആർക്കും കൊടുക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്, ഇത് നിനക്കാ എന്ന് പറയാം. എനിക്കോ എന്നപ്പം ധർമ്മം വീണ്ടും ചോദിക്കാം. ഈ കാര്യമൊന്നും ധർമ്മന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അളിയൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആനന്ദേ വാ മോനെ എന്ന് പറഞ്ഞ് ആനന്ദിനെ വിളിക്കാം. ആനന്ദിൻ്റെ കയ്യിലും 500 രൂപ കൊടുക്കുക. അപ്പോൾ ആനന്ദ് ബാലൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കാം. ആകാശേ വാടാ എന്ന് പറഞ്ഞ് ആകാശിനും ആരിനും ഒക്കെ കാശ് കൊടുക്കുക. എല്ലാ മക്കളും ബാലൻ്റെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ വീണ്ടും അവരുടെ ട്രിപ്പ് തുടരുക. കന്യാകുമാരിയിലെ ഓരോ സ്ഥലങ്ങളും കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവേകാനന്ദ പാറയിലും ഒക്കെ ചെല്ലുവാണ്. അപ്പം ഇതൊക്കെ കാണുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമാകുക. നല്ല അടിപൊളി സ്ഥലമല്ലേടാ എന്ന് ധർമ്മനപ്പം ചോദിക്കുക. പിന്നല്ലാതെ അടിപൊളി സ്ഥലം തന്നെ നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി ടൂർ പോകാൻ കണ്ടെത്തിയതെന്ന് ആരിനും ആകാശം കൂടി പറയണം കേട്ടോ. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി ഓരോ നിമിഷങ്ങളും ചിലവഴിക്കുകയാണ്. ഇതേസമയം നമ്മുടെ ഗോമതിയാണെങ്കിൽ അവൾ ഗോമതിയുടെ റൂമിൽ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. കന്യാകുമാരിക്ക് പോയ ആൾക്കാരൊക്കെ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് ഗോമതി അപ്പം മനസ്സിൽ പറയാം. പെട്ടെന്ന് ബാലൻ ബാഗൊക്കെ കൊണ്ടുവച്ച് റൂമിലേക്ക് കയറി വരികയാണ്. അപ്പം നമ്മുടെ ഗോമതി ആണെങ്കിൽ മിണ്ടാതെ നിൽക്കുക. അല്ല, ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ ആണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കാം. പിന്നെ സ്വീകരിക്കുന്ന പോലും ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ എന്ന് ഗോമതി ചോദിക്കാം. എൻ്റെ ആൺമക്കളും ഞാനും ട്രിപ്പിന് പോകുമ്പം പെണ്ണുങ്ങളെ എന്തിനാ കൊണ്ടുപോകുന്നേ എന്ന് ബാലൻ വീണ്ടും ചോദിക്കാം. എന്നാലും ബാലേട്ടൻ, ഞാനും മീനും ദേവിയും ഇത്രയും അനുശ്രീയും ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തു രസമായിരുന്നേനെ. എടോ, ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും കൂടി മറ്റൊരു ട്രിപ്പ് പോകാം. ഇത് ആനന്ദിന് വേണ്ടി മാത്രമായിട്ട് പോയതല്ലേ എന്ന് ചോദിക്കാം. ആനന്ദിൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ യാത്ര. ബാലേട്ടാ, ഈ യാത്ര കൊണ്ട് അവൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ബാലൻ പറയാം. അവൻ്റെ ഈ കുടിയൊന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. വരും ദിവസങ്ങളിൽ അവൻ്റെ പെരുമാറ്റം നമുക്ക് നോക്കാം, മാറ്റം ഉണ്ടോയെന്ന് നോക്കാം. താൻ ടെൻഷനാകണ്ട, അവൻ ഇനി കുടിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ബാലൻ പറയേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ കൂളിംഗ് ഗ്ലാസ് ബാലേട്ടന് ആരാ തന്നത്? ഇതെവിടുന്നാ കിട്ടിയത്? അതൊക്കെ ഉണ്ട്. സത്യം പറ ബാലേട്ടാ, അതെവിടുന്നാ കിട്ടിയത്? എന്നോടെന്താ പറയാതിരുന്നത്? ബാലേട്ട മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഈ ക്ലാസ് ആരാ തന്നത് എന്ന് ഗോമതി വീണ്ടും ചോദിക്കൂട്ടോ. അതെ, തനിക്കത് അറിഞ്ഞേ പറ്റൂന്ന് ഇത്ര നിർബന്ധം എന്താ?
ഇത് ഏതെങ്കിലും പെൺപിള്ളേർ തന്നതാണോ ബാലേട്ടാ എന്ന് അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കും. അപ്പോൾ ബാലൻ ചിരിക്കും. അല്ല, തനിക്കതെങ്ങനെ മനസ്സിലായി? ഉയ്യോ, അപ്പം പെണ്ണുങ്ങൾ തന്നതാലേ, സത്യവാലേ? എന്നാലും ബാലേട്ടൻ ഇത് എന്നോട് ചെയ്യാൻ എങ്ങനെ തോന്നി? ഇതേതോ പെൺകുട്ടികൾ ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് മീനും മിത്രയും അപ്പോഴേ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ ബാലേട്ടൻ വേറെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പറയൂ ബാലേട്ട, കടയിൽ വന്ന് ഏത് പെൺകുട്ടിയായി കൂളിംഗ് ഗ്ലാസ് തന്നത്? സത്യം പറ ബാലേട്ട. ഇപ്പം ഞാൻ രാമേട്ടനെ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുക. രാമേട്ടൻ സത്യം പറയൂലോ. എടോ താൻ എന്തേ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് ആ ഫോൺ മേടിച്ച് കട്ട് ചെയ്യൂട്ടോ നമ്മുടെ ബാലൻ. താൻ എന്നെ വെറുതെ നാണം കെടുത്തല്ലേ? അപ്പോൾ ഇതിലെന്തോ സത്യമുണ്ട്. ദേ ബാലേട്ടൻ ഈ കൂളിംഗ് ഗ്ലാസ് തന്നത് ആരാണെന്ന് എനിക്കിപ്പോൾ അറിയണം. സത്യം പറ എന്ന് വീണ്ടും ഗോമതി നിർബന്ധം പിടിക്കാം. തൽക്കാലം ആ പേര് ഇപ്പം പറയാൻ പറ്റില്ല, എന്നാലേ എനിക്കത് അറിഞ്ഞേ പറ്റൂ. പറ പ്ലീസ്. എടോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരാൾ തന്നതാ ഈ സമ്മാനം എന്ന് ബാലൻ പറയും. അപ്പോൾ ബാലേട്ടൻ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലേ ജീവിതത്തിൽ? ഞാൻ കരുതിയത് ഞാനാ ബാലേട്ടൻ്റെ എല്ലാം കൈവിട്ടുപോയി. എൻ്റെ ദൈവമേ, എൻ്റെ ബാലേട്ടൻ എന്നെ വേണ്ടെന്ന് വെക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ പോയി ഇരിക്കുവാണേ. പെട്ടെന്ന് ബാലൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. താനേ കുറച്ച് വെള്ളം കുടിക്കുക, കൊണ്ടുപോയിക്കോണം. എനിക്കൊരു വെള്ളവും വേണ്ട, ഒന്നും വേണ്ടെന്ന്. നിങ്ങൾ എന്നെ വെള്ളം ഇട്ട് കുടിപ്പിക്കാൻ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അവൾ ആരാന്ന് എനിക്ക് ഇപ്പം അറിയണം. ഏതവളാ നിങ്ങൾക്ക് കൂളിംഗ് ഗ്ലാസ് ഗിഫ്റ്റായിട്ട് തന്നത്? എടോ, താൻ ബഹളം വെക്കാതിരിക്കുക. ഇല്ല, ഞാനിതിവിടെ വലിയ പ്രശ്നമാക്കും. എൻ്റെ മക്കളെ എനിക്കിപ്പം കാണണം. ആനന്ദേ, ആര്യ, മിത്രേ, മീനു, ഓടി വാ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കും. എൻ്റെ ഗോമതി, നീ ഒന്ന് വെറുതെ ഇരിക്കുക. ഇതെന്തൊരു നാശമെന്ന് പറ. താനൊന്ന് അടങ്ങാനോ? ഇല്ല ബാലേട്ടാ. ബാലേട്ടൻ എന്നെക്കാളും വലിയ ബന്ധമുള്ള പെൺകൊച്ചാരാ? എനിക്കത് അറിയണം. അവൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എടോ, ഇതൊരു പഴയ ഗ്ലാസ്സാടോ എന്ന് പറയാം. പഴയതാണേലും പുതിയതാണേലും ഏതോ ഒരു പെണ്ണ് തന്ന സമ്മാനം എൻ്റെ ബാലേട്ടൻ സ്വീകരിച്ചില്ല ഈ ഗോമതിയെ മറന്ന്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നിട്ട് എൻ്റെ ഒരു വാക്ക് പറഞ്ഞോ? എടോ, ഈ സമ്മാനം തന്ന പെൺകുട്ടിയെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ബാലൻ പറയാം. അതുകൊണ്ടല്ലേ ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നേ. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബം തകർന്നു. ബാലേട്ടൻ ഇപ്പം വലുത് മറ്റു പല പെൺകുട്ടികളുമാണ്. എൻ്റെ ബാലേട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് ഇനി ബാലേട്ടൻ വരണ്ട എന്ന് പറഞ്ഞ് ഗോമതി കൊതി കുത്തിയിരിക്കുകയാണ് കേട്ടോ. ദേ, ഈ ഗ്ലാസ് താനൊന്ന് സൂക്ഷിച്ച് നോക്കുക എന്നും പറഞ്ഞ് ഗോമതിയുടെ കയ്യിലോട്ട് വീണ്ടും നിർബന്ധിച്ച് കൊടുക്കുക. എനിക്ക് വേണ്ട നിങ്ങളുടെ ഒരു കൂളിംഗ് ഗ്ലാസും കാണണ്ട. എനിക്ക് കണ്ട പെണ്ണുങ്ങൾ കണ്ടത് തനിക്ക് വല്ല ഓർമ്മയും കിട്ടുന്നുണ്ടോ? എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല എന്ന് ഗോമതി പറയും. തനിക്ക് സ്ഫടിക സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എടോ, തന്നെ ഞാൻ സ്ഫടികം സിനിമ കാണാൻ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതും ഈ ഗ്ലാസും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുക. ബന്ധമുണ്ട് എന്ന് അപ്പോൾ ബാലൻ പറയാണ്. തനിക്കൊന്നും ഓർമ്മ വന്നില്ലേ? മോഹൻലാൽ റെയ്ബാൻ ക്ലാസ് വെച്ചപ്പം ഇതുപോലൊരു ക്ലാസ് എൻ്റെ ബാലേട്ടനും വേണമെന്ന് പറഞ്ഞത് ആരാ എന്ന് ഗോമതിയോട് ചോദിക്കാം. അപ്പം ഗോമതി ആ പഴയ ഓർമ്മകളിലേക്ക് പോവുക. അയ്യോ, അത് ഞാനാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.